ബി.ജെ.പി സംഘ് പ്രവർത്തകരെ തല്ലിച്ചതച്ച വട്ടിയൂർക്കാവ് എസ്.എച്ച്.ഒ വിപിനെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ തിരുവനന്തപുരം കമ്മീഷണർ ഓഫീസിന് മുൻപിൽ താൻ ധർണ നടത്തുമെന്ന് ശാസ്തമംഗലം കൌൺസിലറും മുൻ IPS ഉദ്യോഗസ്ഥയുമായ ആർ ശ്രീലേഖ പറഞ്ഞതാണ് ഇപ്പോൾ CPM സൈബർ ഗുണ്ടകളുടെ കണ്ടന്റ്. തലസ്ഥാന നഗരത്തിൽ ബി.ജെ.പി പ്രവർത്തകർക്കും ഭക്തർക്കും നേരെ നടന്ന പോലീസിന്റെ ക്രൂരമായ അതിക്രമമാണ് ശ്രീലേഖ ചൂണ്ടിക്കാട്ടിയത്. വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ നെട്ടയത്തും ഇടപ്പഴനി ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും പോലീസ് നടത്തിയ നരനായാട്ട് CPM-ന് വേണ്ടിയുള്ള രാഷ്ട്രീയ കളിയാണെന്ന ആക്ഷേപം പല കോണിൽ നിന്നും ശക്തമായി കഴിഞ്ഞു. സിറ്റി പോലീസ് കമ്മീഷണർക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ശ്രീലേഖ ഇന്നലെ വാട്സ്ആപ്പ് സന്ദേശം അയച്ചു. താനിപ്പോഴും പോലീസിന്റെ നന്മയിൽ വിശ്വസിക്കുന്നുവെന്നും എന്തായാലും നടപടി ഉണ്ടാവുമെന്നും ശ്രീലേഖ കുറിച്ചു. അതുകൊണ്ട് മാത്രമാണ് ഇക്കാര്യം ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതെന്നും ശ്രീലേഖ ഫേസ്ബുക്കിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ രാത്രിയാണ് നെട്ടയത്ത് വെച്ച് ബി.ജെ.പി നേതാക്കളെയും പ്രവർത്തകരെയും തിരഞ്ഞുപിടിച്ച് വട്ടിയൂർക്കാവ് SHO അകാരണമായി മർദ്ദിച്ച് പരിക്കുകൾ ഏൽപ്പിച്ചത്. 4-5 പേർ ആശുപത്രിയിലാണ്. പിന്നാലെ തിങ്കളാഴ്ച പോലീസ് ഇടപ്പഴഞ്ഞി ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിനുള്ളിൽ അതിക്രമിച്ചു കയറി ചില ബി.ജെ.പി പ്രവർത്തകരെ പിടിച്ചുകൊണ്ടു പോവുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് സമയത്തെ രാഷ്ട്രീയ പോലീസിന്റെ ഈ അധംപതനം കഷ്ടമാണെന്നും ആരോപണമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ സംഘർഷമുണ്ടാക്കാൻ CPM ശ്രമിച്ചിരുന്നു. ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കളെ പ്രതിയാക്കിക്കൊണ്ട് കേസെടുത്തു. അതിന്റെ തുടർച്ചയായി പിന്നെയും പ്രശ്നം നടന്നു. ഇന്നലെ ആ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് കമ്മീഷണറുമായി സംസാരിച്ച് ഏകദേശ ധാരണയിലെത്തി. പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടത് പ്രകാരം തങ്ങൾ സഹകരിച്ചു. ഇതിനിടെയാണ് ഇടപ്പഴനി മുരുകക്ഷേത്രത്തിൽ അതിക്രമിച്ചു കയറി പ്രവർത്തകരെ മർദ്ദിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. പോലീസ് വാഹനത്തിലിട്ടും പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ചു. വട്ടിയൂർക്കാവ് CI ആണ് ഇതിനെല്ലാം കാരണമെന്നും ബി.ജെ.പി ശക്തമായ നിലപാടുമായി മുന്നോട്ടു പോകുമെന്നും സിറ്റി ജില്ലാ അധ്യക്ഷൻ പറഞ്ഞു. ബി.ജെ.പി സംഘ് പ്രവർത്തകരെ തല്ലിച്ചതച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് മുൻപിൽ താൻ ധർണ നടത്തുമെന്ന് ആർ ശ്രീലേഖ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതേസമയം ബി.ജെ.പിയുടെ വളർച്ചയിൽ ഭയന്ന് AA റഹീം MP അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുമായി രംഗത്തെത്തി. ബി.ജെ.പി നേതൃത്വം നാഥനില്ലാത്ത അവസ്ഥയിലാണെന്നും നഗരഭരണത്തിന്റെ പേരിൽ അക്രമം നടത്തുന്നുവെന്നുമാണ് റഹീമിന്റെ ആരോപണം. പോലീസ് അതിക്രമത്തിനെതിരെ പ്രതികരിച്ച ആർ ശ്രീലേഖയ്ക്ക് IPS ഹാങ് ഓവർ ആണെന്നും കമ്മീഷണറെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണെന്നും റഹീം പരിഹസിച്ചു. ബി.ജെ.പി പ്രവർത്തകരെ പോലീസ് തല്ലിച്ചതയ്ക്കുമ്പോഴും അതിനെ ന്യായീകരിക്കുന്ന CPM നിലപാടാണ് റഹീമിന്റെ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുന്നത്. നെട്ടയം മലമുകളിൽ ബി.ജെ.പി പ്രവർത്തകയ്ക്ക് നേരെ CPM കോൺഗ്രസ് പ്രവർത്തകർ നഗ്നതാ പ്രദർശനം നടത്തിയതായും ബി.ജെ.പി ആരോപിച്ചു. CPM-ന്റെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന പോലീസിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് ബി.ജെ.പിയുടെ തീരുമാനം.